നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. പൊതുതാൽപര്യ ഹർജി ജനുവരി 23-ന് വീണ്ടും പരിഗണിക്കും. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കർഷക സംഘങ്ങൾ ചേർന്ന് ധർണ സംഘടിപ്പിച്ചു. ധർണ തികച്ചും ദൗർഭാഗ്യകരമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്. കൊടുങ്ങല്ലൂരിലെ ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണം നിലനിർത്തി. നിലവിലുള്ള ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ IK ഗോവിന്ദൻ നേതൃത്വം നൽകിയ പാനൽ സമ്പൂർണ്ണ വിജയം നേടി. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ല, രാഷ്ട്രീയ കളികൾ നിരോധിച്ചാൽ മതി. മതത്തിന്റെ പേരിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് മതം നിരോധിക്കാറില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ ചെയ്യുന്നതിന് രാഷ്ട്രീയം നിരോധിക്കാൻ കഴിയില്ല. ക്യാമ്പസുകളിൽ പൂർണ്ണമായും രാഷ്ട്രീയം നിരോധിക്കാനാവില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ഹാനികരമായ സമ്പ്രദായം ഇല്ലാതാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. പൊതുതാൽപര്യ ഹർജി ജനുവരി 23-ന് വീണ്ടും പരിഗണിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അന്നമനട ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കർഷക സംഘങ്ങൾ ചേർന്ന് ധർണ സംഘടിപ്പിച്ചു. വെണ്ണിപ്പാടം പൊന്മണി കർഷക സംഘം, വെണ്ണിപ്പാടം വടക്കുംഭാഗം കർഷക സംഘം, കാച്ചാണിപ്പാടം കർഷക സമിതി, അടൂപ്പാടം കർഷക സമിതി, കുമ്പിടിപ്പാടം കർഷക സമിതി എന്നിവരുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വിളകൾ വെച്ചിട്ട് നമുക്ക് സർക്കാർ തന്നെ ആനുകൂല്യങ്ങളൊന്നും കൃത്യമായി കിട്ടുന്നില്ല. മറ്റു പല കാര്യങ്ങളും ഗവൺമെൻറ് തടസ്സപ്പെടുമ്പോഴും നമുക്ക് ഏറ്റവും അത്യാവശ്യമായി കർഷകരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത പഞ്ചായത്തിനും അതുപോലെ നമ്മളെ ഭരിക്കേണ്ട സർക്കാരിനും ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നോബിൾ കണ്ണപ്പ അധ്യക്ഷനായ ധർണയിൽ ജെന്നി ചക്കാലക്കൽ, പത്രോസ് CV, അഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിനായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത അന്നമനട ഗ്രാമപഞ്ചായത്തിനു മുന്നിൽ കർഷക സമിതികൾ നടത്തിയ ധർണ തികച്ചും ദൗർഭാഗ്യകരമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് മീഡിയ ടൈമിനോട് പ്രതികരിച്ചു. പാടശേഖര സമിതികൾ നൽകിയ പരാതി മുഖവിലക്കെടുത്ത് അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് കരിക്കാട്ടുചാലിൽ നീരൊഴുക്ക് സുഗമമാക്കാനുള്ള പ്രവൃത്തികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവെക്കുക എന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ കൃഷിയെ ബാധിക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ അകത്തുണ്ട്. ആ യാഥാർത്ഥ്യത്തിനകത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തെ പാടശേഖര സമിതികൾ നൽകിയ അപേക്ഷ പ്രകാരം അത് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ദുരന്ത നിവാരണ പദ്ധതിയിൽപ്പെടുത്തി കരിക്കാട്ടുചാലിൽ വെള്ളം ചണ്ടിയും പുല്ലും നിറഞ്ഞു നിൽക്കുന്ന ആ സംവിധാനത്തെ മാറ്റി അതിൽ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിക്ക് വേണ്ടി 5 ലക്ഷം രൂപ ആ പദ്ധതിയിൽപ്പെടുത്തി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആ പരാതി കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ ആരംഭിച്ചതാണ്. ആ പദ്ധതിക്ക് എസ്റ്റിമേറ്റ് എടുത്ത് TS കഴിഞ്ഞ ദിവസം നമുക്ക് TS കിട്ടി. ടെൻഡർ നടപടിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ സമരവുമായി ആളുകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അത് അത്യന്തം ദൗർഭാഗ്യകരമായി പോയി എന്നാണ് പറയാനുള്ളത്. മരവും വൈദ്യുതി പോസ്റ്റും വീണ് വീട് തകർന്നു. അഴീക്കോട് കൊട്ടിക്കൽ പൂമരം റെസിഡൻസ് പരിസരത്ത് താമസിക്കുന്ന പെട്ടിക്കാട്ടിൽ അനിക്കുട്ടന്റെ വീടാണ് മരവും വൈദ്യുത പോസ്റ്റും വീണ് ഭാഗികമായി തകർന്നത്. വൈദ്യുത ലൈനിന് സമീപത്തുണ്ടായിരുന്ന മരം അപകടകരമായി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് എറിയാട് KSEBയെ വിവരമറിയിക്കുകയും വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തത് വലിയ അപകടം ഒഴിവാക്കി. പരുത്തിങ്ങനെ സൗണ്ട് കേട്ടിട്ട് നോക്കിയാണ്. അപ്പോൾ ലൈൻ കൂട്ടി KSEBിൽ രാത്രിയാണ് പോയി പറഞ്ഞ് അവർ ലൈൻ ഓഫ് ചെയ്തു. ഇന്ന് രാവിലെ വെട്ടിക്കാൻ പറഞ്ഞ് അത് വെട്ടണ സമയത്താണ് പരുത്തി മറിഞ്ഞ് വീടിന് മുകളിൽ വീണു. ലൈൻ കമ്പും പോസ്റ്റൊക്കെ പൊട്ടി അപകടത്തിലായി. കൊടുങ്ങല്ലൂരിലെ ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണം നിലനിർത്തി. നിലവിലുള്ള ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ IK ഗോവിന്ദൻ നേതൃത്വം നൽകിയ പാനൽ സമ്പൂർണ്ണ വിജയം നേടി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് VM മൊഹിയുദ്ദീൻ, PP സ്റ്റാൻലി, മിനി സഹദേവൻ, മുഹമ്മദ് ഷരീഫ്, സതി പ്രതാപൻ, സോണി, ലനീഷ് നന്ദിക്കര, ശശികുമാർ, ലവൻ K ഡിൽഷൻ, ഫൗസിയ അനീസ് എന്നിവരാണ് വിജയിച്ച മറ്റു സ്ഥാനാർത്ഥികൾ. ബാങ്ക് ഭരണം പിടിക്കാൻ BJP തങ്ങളുടെ നഗരസഭാ കൗൺസിലർമാരിൽ ചിലരെ രംഗത്തിറക്കിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല.
LDF മത്സര രംഗത്തുണ്ടായിരുന്നില്ല. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ കൈത്താങ്ങ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി ഗ്രാമപഞ്ചായത്ത് സഹായോപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നൂതനങ്ങളായ ആശയങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് 4 വർഷം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മുതിർന്ന പൗരന്മാരുടെയും നമുക്ക് ചേർത്ത് പിടിക്കേണ്ട കുട്ടികളുടെയും അതോടൊപ്പം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ അംഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ക്ഷേമരംഗത്ത് നമ്മൾ നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ സംസ്ഥാനത്തിന് മാതൃകയായി തന്നെ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു നയം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സംസ്ഥാനം മുന്നോട്ട് വരുമ്പോൾ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കരട്, അതിൻ്റെ നയവുമായി ബന്ധപ്പെട്ട കരട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിനകത്ത് ക്ഷണിക്കപ്പെട്ട അതിൽ പദ്ധതി വിശദീകരിക്കാൻ അവസരം ലഭിച്ച 5 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്താണ്. അങ്ങനെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനും ആരോഗ്യവും സന്തോഷകരമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും TK സതീശൻ അധ്യക്ഷത വഹിച്ചു. അന്നമനട ക്രിസ്തുരാജ ദേവാലയ വികാരി ഫാദർ ജോഷി കല്ലേലി മുഖ്യാതിഥിയായി. മഞ്ജു സതീശൻ, ഷീജ നസീർ, മോളി വർഗീസ്, ഡോക്ടർ നീന തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. പൊതു താൽപര്യ ഹർജി ജനുവരി 23-ന് വീണ്ടും പരിഗണിക്കും. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കർഷക സംഘങ്ങൾ ചേർന്ന് ധർണ സംഘടിപ്പിച്ചു. ധർണ തികച്ചും ദൗർഭാഗ്യകരമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്. കൊടുങ്ങല്ലൂരിലെ ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണം നിലനിർത്തി. നിലവിലുള്ള ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ IK ഗോവിന്ദൻ നേതൃത്വം നൽകിയ പാനൽ സമ്പൂർണ്ണ വിജയം നേടി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.